സൂര്യചന്ദ്ര ഭാഗം 16. അവളുടെ മുന്നിലേക്ക് ഒരു ഫയൽ നീട്ടി. ആ ഫയലിൽ മീരയും വിശ്വനാഥനും ആശുപത്രിയുടെ ഉദ്ഘാടന വേളയിൽ ചിരിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം. ആ ചിത്രത്തിൽ വാമികയെയോ കുടുംബത്തെയോ കാണുന്നുണ്ടായിരുന്നില്ല. വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയറിന്റെ ഉദ്ഘാടനമായിട്ട് പോലും അവരെവിടെ? വാമിക. ആ സമയം അവർ അതാണ് ആലോചിച്ചത്. അറിയില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോലും അവരവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. സൂര്യ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ അടുത്തായി ഇരുന്നു. അവളുടെ മുന്നിലേക്ക് ക്രിയ ഒരു കപ്പ് കോഫിയുമായി വന്നു. മഴ നനഞ്ഞു വന്നതല്ലേ, ചൂട് കോഫിയാണ്, കുടിക്ക് എന്ന് പറഞ്ഞ് അവൾ അത് കൊടുത്തതും അവളത് വാങ്ങി. അവളുടെ മനസ്സിലും ആ ചിന്തകൾ തന്നെയായിരുന്നു. സ്വന്തം പേരിലുള്ള ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന് വാമിക രാമചന്ദ്രൻ എവിടെയായിരുന്നു? സെറീൻ മെഡിക്കൽ കെയർ ആരംഭിച്ചത് മരുന്ന് ഗവേഷണ പദ്ധതിയുടെ പേരിലാണ്. പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ആതിര തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവളെ അവർ ഇല്ലാതാക്കിയത്. അതുപോലെ വാമികയെ അവർ മാറ്റിയതാണെങ്കിലോ? അന്നേ ദിവസം തേജു ചോദിച്ചു. ഉറപ്പിക്കാൻ തെളിവുകളൊന്നുമില്ലല്ലോ, സാൻവി പറഞ്ഞു. ഇതേ സമയം രുദ്രന്റെയും ടീമിന്റെയും മുന്നിലിരിക്കുന്ന ലാപ്ടോപ്പിൽ വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയറിന്റെ ഉദ്ഘാടന ദിവസത്തെ മുഴുവൻ റെക്കോർഡുകളും കിട്ടി. എല്ലാ ഡോക്യുമെന്റ്സുകളും മീഡിയ ഫയലുകളും CCTV ഫുട്ടേജും സ്ക്രീനിൽ. ഓപ്പണിംഗ് സെറിമണി 2018 മാർച്ച് 22. വീഡിയോയിൽ ചിരിയോടെ നിൽക്കുന്ന വിശ്വനാഥ് മേനോനും മീര നാരായണനുമാണ്. രുദ്ര അത് നോക്കി നിന്നു. എവിടെ? വാമികയോ അവരുടെ കുടുംബമോ? രുദ്ര ചോദിച്ചു. അവരൊന്നുമില്ല. സ്പീച്ച് മുഴുവൻ വിശ്വനാഥനാണ് പറഞ്ഞത്. മീരയാണ് റിബൺ കട്ട് ചെയ്തത്. എവിടെയും ഡോക്ടർ വാമിക എന്ന പേര് പരാമർശിച്ചിട്ടില്ല, മുകുന്ദ് പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിന്റെ പേര് വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയർ എന്ന് തന്നെയല്ലേ? അതെ രുദ്ര, അതിന്റെ ഓണർഷിപ്പ് ഡോക്യുമെന്റ്സിൽ പറഞ്ഞിരിക്കുന്നത് മീരയുടെ പേരാണ്. അതും മീര നാരായണൻ എന്നാണ് ഒപ്പിട്ടിരിക്കുന്നതും. വീണ്ടും അവിടെ മഴ പുറത്ത് തുടങ്ങുന്ന ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് ചന്ദ്രയും ഫ്ലാറ്റിൽ സൂര്യയും അവരുടെ കൂട്ടുകാരായ എല്ലാവരും നിലത്തിരിക്കുന്നു. വെളിച്ചം കുറച്ച് മാത്രമേ ഉള്ളൂ. മേശപ്പുറത്തെ ലാപ്ടോപ്പും പഴയ പത്രക്കെട്ടുകളും. സൂര്യ പത്രം തുറന്നു നോക്കി. ഇതിൽ ഇനോഗ്രേഷന്റെ ദിവസത്തെ പത്ര റിപ്പോർട്ട്. ഹെഡ്ലൈൻ നോക്ക്. ഡോക്ടർ വിശ്വനാഥ് ഇനോഗ്രേറ്റ് വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ. എവിടെയും വാമികയുടെ പേര് തന്നെയില്ല. ചന്ദ്രയുടെ നോട്ടം വീണ്ടും പത്രത്തിലേക്ക് തന്നെയായി. അവരുടെ പേരിൽ നടക്കുന്ന ഹോസ്പിറ്റലിൽ അവരില്ല. അതായത് അങ്ങനെയെങ്കിൽ എന്തോ ഒരു ശക്തമായ കാരണങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വിശ്വനാഥനും മീരയും ചേർന്ന് വാമികയുടെ പേരിൽ ആ ഉദ്ഘാടനം നടത്തിയത്. ചന്ദ്ര പറഞ്ഞുകൊണ്ട് അവൾ പത്രം താഴെ വെച്ചു. സൂര്യ, ഇനോഗ്രേഷൻ ഡേയിൽ അവർ എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കണം, ചന്ദ്ര പറഞ്ഞു. തേജു ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് മിനിറ്റുകൾക്കകം സ്ക്രീനിൽ തെളിഞ്ഞു. ഗ്ലോബൽ മെഡിക്കൽ സബ്മിറ്റ്, ഡൽഹി, 2018 മാർച്ച് 22. ഡെലിഗേറ്റ്സ് ഡോക്ടർ വാമിക മേനോൻ, മിസ്റ്റർ രാജീവ് നായർ ഫാമിലി. അവരെല്ലാവരും പരസ്പരം നോക്കി. അത് തന്നെയാണ്, അവർ ഇനോഗ്രേഷനില്ല, ഡൽഹിയിലായിരുന്നു, സൂര്യ പറഞ്ഞു. ചന്ദ്രയുടെ കണ്ണുകൾ ആ സമയം മിസ്റ്റർ രാജീവ് നായർ ഫാമിലി എന്ന പേരിൽ ഉടക്കി. ചന്ദ്ര പതുക്കെ ശ്വാസം വലിച്ചു വിട്ടു. അവർ ഇല്ലാതെ അവരുടെ പേരിൽ ഇനോഗ്രേഷൻ നടത്തിയവർ വിശ്വനാഥനും മീരയും. സൂര്യയുടെ കയ്യിൽ ചന്ദ്രയുടെ കൈ ചുറ്റിവെച്ചു. നമുക്ക് ഇത് മുഴുവനും രുദ്ര സാറിനെ അറിയിക്കണം, സൂര്യ പറഞ്ഞു. അതിന് ചന്ദ്ര ചെറുതായി ഒന്ന് മൂളിക്കൊണ്ട് സമ്മതമായി തല കുലുക്കി. രാത്രി 12-നടുത്തായി. ഷാൾഡോക്കോർ ടീം അവരുടെ ഫ്ലാറ്റിൽ ലാപ്ടോപ്പുകൾ അടച്ചു വെച്ചു. ഫയൽ ഒതുക്കി. എല്ലാവരും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നു. ഇത് ഇത്രയും വലിയൊരു പൊളിച്ചെഴുത്ത് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല, മുകുന്ദൻ അവൻ ഇരുന്ന കസേരയിൽ തന്നെ കാല് നീട്ടി വെച്ചുകൊണ്ട് പറഞ്ഞു. രുദ്ര തല കുലുക്കി. അതെ, തുടക്കമേ വാമികയില്ലാത്ത ഇനോഗ്രേഷൻ ഒരു സൂചന മാത്രമാണ്. ഇതിന് പിന്നിൽ എന്തോ വലിയൊരു കാര്യമുണ്ട്, ഉറച്ച ശബ്ദത്തിൽ രുദ്ര പറഞ്ഞു. അതെ, ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നാളെ പറ്റൂ. ഇന്നത്തേത് ബ്രെയിൻ ഫുൾ ഓവർഹീറ്റാണ്, സ്വരൂപ് കസേരയിൽ ചാരി കിടന്നുകൊണ്ട് പറഞ്ഞു. അതേസമയം ചന്ദ്രയുടെ ഫ്ലാറ്റിൽ സൂര്യയും വിനയും കിരണും. അതെ, സമയം പോയത് അറിഞ്ഞില്ല, നന്നായി വിശക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നടക്കൂ, വിജയ് പറഞ്ഞു. ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വന്നപ്പോൾ മുതൽ ഇതിന്റെ പുറകെ ഇരിക്കുകയല്ലേ, നമുക്ക് ഓർഡർ ചെയ്താലോ? റിയ ചോദിച്ചു. പുറത്തു പോയി എല്ലാവർക്കും കൂടി കഴിക്കാം. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. കടൽ തീരത്തുള്ള നമ്മുടെ സ്ഥിരം ബ്ലൂ വേസ് തട്ടുകടയിലേക്ക് പോകാം, വിനയാണ് പറഞ്ഞത്. അതെല്ലാവരും ശരിവെച്ചു.
ചന്ദ്രയും സമ്മതിച്ചു. അത് എല്ലാവർക്കും ആവശ്യമാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അത്രയും നേരം എല്ലാവരും ഒരുപാട് ആലോചിച്ച് മനസ്സെല്ലാം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് എന്ന് അവൾക്ക് തോന്നി. എന്നാൽ ഞങ്ങൾ റെഡിയായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സാൻവിയും റിയയും എല്ലാം റൂമിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ കൂടി രുദ്രനോട് സംസാരിക്കണം എന്ന് ചന്ദ്രയ്ക്ക് തോന്നി. ഈ കേസന്വേഷണത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട് രുദ്ര. അതുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങൾ അവനെ അറിയിക്കണം എന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഈ സമയത്ത് വിളിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമായിരുന്നു അവൾക്കപ്പോൾ ഉണ്ടായിരുന്നത്. വിളിക്കണോ? അവൾ തന്നോട് തന്നെ ചോദിച്ചു. പക്ഷേ അടുത്ത നിമിഷം കൈ സ്വയം ഫോണിലേക്ക് നീങ്ങി. സ്ക്രീനിൽ രുദ്ര എന്ന പേരിൽ കോൾ ബട്ടൺ അവൾ അമർത്താനിരിക്കെ അതേസമയം രുദ്രനും തൻ്റെ ഫോണിലേക്ക് കൈ നീട്ടുകയായിരുന്നു. അവൻ്റെ ഫോണിൽ കോൾ തെളിഞ്ഞു. ഇൻകമിംഗ് കോൾ ചന്ദ്ര എന്ന് വന്നതും ഒരു മിനിറ്റ് അവൻ അങ്ങനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഫോൺ എടുത്ത് ചെവിക്കരിയിൽ വെച്ചപ്പോൾ അവരുടെ ശബ്ദങ്ങൾ ഒരേ സമയം ഹലോ പറഞ്ഞു. പിന്നെ ഒരു നിശബ്ദത. ആ നിശബ്ദതയിൽ തന്നെ ഒരടുപ്പം ഉണ്ടായിരുന്നു. മഴ കഴിഞ്ഞതിൻ്റെ നനവുള്ള കാറ്റുപോലെ മൃദുലവും മനോഹരവുമായ ഒരു നിമിഷം. ഞാൻ തന്നെ വിളിക്കാൻ ഫോൺ എടുക്കുകയായിരുന്നു, രുദ്ര പറഞ്ഞു. അപ്പോഴേക്കും തൻ്റെ കോള് വന്നു, രുദ്ര പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു ചിരി. പിന്നെ ചന്ദ്രയുടെ ശബ്ദം പതിയെ മാറി. രുദ്ര സാർ, വാമിക ഹോസ്പിറ്റൽ സംബന്ധിച്ച് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ചില തെളിവുകൾ കിട്ടി, ചന്ദ്ര പറഞ്ഞു. ഞങ്ങൾക്കും, രുദ്ര പറഞ്ഞു. ഇന്ന് രാത്രി ഞങ്ങളും അന്വേഷണത്തിലായിരുന്നു. അതിലൂടെയാണ് ഞങ്ങളും ചിലത് കണ്ടെത്തിയത്. പിന്നീട് ഇരുവർക്കും പറയാനുള്ളത് പരസ്പരം പറയുകയായിരുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞതും പരസ്പരം ശ്വാസത്തിന്റെ ശബ്ദം മാത്രം. ഇത്രയും കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നത് യാദൃച്ഛികമല്ല ചന്ദ്ര. ഞങ്ങളും ഇത് തന്നെയാണ് കണ്ടുപിടിച്ചത്, രുദ്ര പറഞ്ഞു. അതെ, അവളും പതിയെ പറഞ്ഞു. ഇതെല്ലാം എന്തിനാണെന്ന് അറിഞ്ഞാൽ നമ്മളിൽ ചിലരുടെ ജീവിതം ചിലപ്പോൾ മാറിപ്പോകും, രുദ്ര പറഞ്ഞു. നാളെ രാവിലെ നമുക്ക് നേരിൽ കണ്ട് ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്യാം. ഷാൽഡോക്കോർ ടീമും ചന്ദ്ര ടീമും ഒരുമിച്ച്. ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം രുദ്ര പറഞ്ഞു. ഹലോ ചന്ദ്ര. രുദ്രന്റെ ശബ്ദം ഫോണിൽ മുഴങ്ങി. അവളുടെ ശബ്ദത്തിൽ ഒരു ചെറു ചിരി. പറഞ്ഞോളൂ രുദ്ര സാർ, കേൾക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയുകയാണ്. ഇതിന്റെ പുറകെ ഇനിയും നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പരിധിയുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിധിയില്ല. നിങ്ങൾ ആപത്തിൽ ചെന്ന് പെടും, അവൻ വീണ്ടും പറഞ്ഞു. ചന്ദ്ര ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് എന്തോ പറയാനെന്ന പോലെ വന്നതും ആ നിമിഷം പുറകിൽ നിന്നും ചന്ദ്ര പോകാലോ, സൂര്യയുടെ ശബ്ദം. സമയം വൈകി, ഇനി ഇവിടെ ഇരുന്ന് സമയം കളയല്ലേ, ഇനിയും വൈകിയ ഒന്നും കിട്ടില്ല കേട്ടോ. പിറകെ റിയയുടെ ശബ്ദവും വന്നു. രുദ്ര അത് ശ്രദ്ധിച്ചു, അത് കേട്ടു. ആ ശബ്ദങ്ങൾ ഫോണിലൂടെ തന്നെ അവൻ കേൾക്കുകയായിരുന്നു. എവിടെ പോകുന്നു, അവൻ ചോദിച്ചു. ചന്ദ്ര അല്പം പതിയെ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവുകയാണ്. ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ, അവൻ ചോദിച്ചു. ഇത്രയും നേരം ഇതിന്റെ പുറകെ ഇരുന്നത് കൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, ഒരു നൈറ്റ് ഡ്രൈവ് പോലെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മനസ്സും ഒന്ന് ഓക്കെയാകും, ചന്ദ്ര പറഞ്ഞു. രുദ്ര വാച്ചിലേക്ക് നോക്കി. രാത്രി 12:15. ഇത്രയും ലേറ്റ് ആയല്ലോ. എവിടേക്കാണ്? കടൽ തീരത്തേക്ക്, അവൾ പറഞ്ഞു. അവിടെ ഒരു ചെറിയ കടയുണ്ട്, ബ്ലൂ വേവ്സ്. രാത്രിയും തുറന്നിരിക്കും, അവിടെ നല്ല ഭക്ഷണം കിട്ടും. കടൽക്കാറ്റും തിരമാലയുടെ ശബ്ദവും എല്ലാം കേട്ട് ഭക്ഷണം കഴിക്കാം, അവൾ പറഞ്ഞു. ഒരു നിമിഷം മൗനമായി. ഫോണിൽ കടൽക്കാറ്റിന്റെ ശബ്ദം പോലെ ശാന്തത. ശരി, ശ്രദ്ധിച്ചു പോകൂ, പിന്നെ ഞാൻ വിളിക്കാം, രുദ്ര പറഞ്ഞു. ശരി, അവൾ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. രുദ്ര ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം നോക്കി നിന്നു. ബ്ലൂ വേവ്സ്, അവൻ പതിയെ ആവർത്തിച്ചു. മനസ്സിൽ എന്തോ ഒരു ചിന്ത കടന്നു വന്നതും അവൻ അപ്പോൾ തന്നെ അവന്റെ ടീം ഷാഡോ കോറിനെ വിളിച്ചു. മുകുന്ദ്, സ്വരൂപ്, ശ്രീകാന്ത്, എഡ്വിൻ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. നീ എന്താ രുദ്ര ഇപ്പോഴും ഉറങ്ങാത്തതെന്താ, സ്വരൂപ് ചോദിച്ചു. രുദ്ര ചിരിച്ചു. ഒരു നൈറ്റ് ഡ്രൈവ് പോകണമെന്നുണ്ട്. ചന്ദ്രയും കൂട്ടരും പുറത്തു പോയിട്ടുണ്ട്. ചന്ദ്രയും കൂട്ടരും? അവരെ ഫോളോ ചെയ്യാനാണോ, എഡ്വിൻ ചോദിച്ചു. അതെ എന്ന് പറഞ്ഞതും എന്നാ പിന്നെ ആരെങ്കിലും രണ്ടുപേര് പോയാൽ മതി, മുകുന്ദ് പറഞ്ഞതും അവര് എല്ലാവരും ഉണ്ട് എന്ന് രുദ്ര പറഞ്ഞതും അവിടെ പെൺകുട്ടികളുണ്ടെന്ന് കേട്ടതോടെ എല്ലാം എനർജി കിട്ടിയതുപോലെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ,
നമുക്കെല്ലാവർക്കും കൂടി പോകാം. എന്താണ് കാര്യമെന്ന് അറിയാലോ, മുകുന്ദ് പറഞ്ഞു. അത് കേട്ട് രുദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതെ, പോകാം എന്ന് പറയുമ്പോഴാണ് എവിടേക്കാണ് ഈ സമയത്ത് നിങ്ങളെല്ലാവരും കൂടി? ചോദ്യം കേട്ടതും രുദ്ര തിരിഞ്ഞു നോക്കി. ശിവ IAS ഹാളിൽ ന്യൂസ് ചാനൽ മ്യൂട്ട് ചെയ്ത് അവരെ നോക്കുകയാണ്. ഒരു ചെറിയ നൈറ്റ് ഡ്രൈവാണ് ശിവ, രുദ്ര പറഞ്ഞു. ചന്ദ്രയും സൂര്യയും കൂട്ടരും പുറത്തുണ്ട്. അവരെ കാണാനായി. കേസിന്റെ കാര്യം ഒന്ന് സംസാരിക്കാം എന്ന് കരുതി അവര് പുറത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ തീരുമാനിച്ചത്, അവൻ പറഞ്ഞു. ശിവയുടെ മുഖത്ത് ചെറിയൊരു മാറ്റം ആ പേര് കേട്ടപ്പോഴാണ്. സൂര്യ. അവന്റെ കണ്ണുകളിൽ ഒരു മൃദുവായ പ്രകാശം. സൂര്യയും? അവൻ പതിയെ ആവർത്തിച്ചു. അടുത്ത നിമിഷം അവൻ എഴുന്നേറ്റു. ഞാനും വരാം. അത് കേട്ട് രുദ്ര ചിരിച്ചു. ശരി, പോകാം. അങ്ങനെ 5 പേരും, രുദ്ര, ശിവ, മുകുന്ദ്, സ്വരൂപ്, എഡ്വിൻ, അവർ ബ്ലാക്ക് താറിൽ കയറുന്നു. രാത്രിയുടെ കാറ്റുമൂടിയ കോഴിക്കോടിന്റെ റോഡുകൾ. ലൈറ്റ് പോസ്റ്റുകളിൽ മങ്ങലുള്ള വെളിച്ചം വിതറി നിൽക്കുന്നു. കടൽ തീരത്തേക്കുള്ള വഴിയിൽ സൂര്യയും ചന്ദ്രയും കൂട്ടരും മറ്റൊരു വാഹനത്തിൽ. മ്യൂസിക്കിനോടൊപ്പം പാടിക്കൊണ്ട് ചിരിച്ചുകൊണ്ടാണ് ചന്ദ്ര ഡ്രൈവ് ചെയ്തത്. മറ്റൊരു കാറിൽ വിനയും. കടൽ തീരത്തുള്ള ബ്ലൂ വേവ്സ് കഫേ. മൃദുവായ മഞ്ഞ വെളിച്ചം നിറഞ്ഞ ചെറിയ കട. കടൽക്കാറ്റ് വീശുന്നുണ്ട്. മണലിന്റെ മണവും കടലിന്റെ ഉപ്പും മിശ്രിതമായ ഒരു അന്തരീക്ഷം. അധികം ആളുകളില്ല. ചില യുവാക്കൾ ഗിറ്റാർ വായിച്ചുകൊണ്ട് കോണിലിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ചിലർ തങ്ങളുടെ ഹോട്ട് കാപ്പിയും ഫ്രൈഡ് ഫിഷും കഴിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട്. ചന്ദ്ര, സൂര്യ, സാൻവി, റിയ, വിനയ്, വിജയ്, കിരൺ, ജിതിൻ, തേജു എന്നിവർ ഒരു വലിയ നീളൻ ടേബിളിൽ ഇരുന്നു. കടൽക്കാറ്റിൽ ചന്ദ്രയുടെ മുടി അഴിഞ്ഞു വീശി. അവൾ അത് കൈകൊണ്ട് ശരിയാക്കുമ്പോൾ സൂര്യ അവളെ നോക്കി ചെറുതായി ചിരിച്ചു. ഇത്രയും നേരം ജോലിയായപ്പോൾ ഇതുപോലെ ചെറിയൊരു വിശ്രമം വേണം അല്ലേ? പിന്നെ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ടെൻഷനും ഈ തലപുകച്ചിലും കൂടിയാകുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും, വിജയ് പറഞ്ഞു. അതെ, അത് ശരിയാ, റിയയും പറഞ്ഞു. ഈ ശാന്തമായ കടൽ, കടൽക്കാറ്റ്, കുറച്ച് കടൽ തിരമാലകളുടെ ശബ്ദം, ചെറിയൊരു മഴ, അത്ര മതിയാകും മനസ്സ് ശാന്തമാകാൻ, കിരൺ പറഞ്ഞു. അവന്റെ ഉള്ളിലെ കവി ഉണർന്നു എന്ന് തോന്നുന്നു. വിനയ് അത് കേട്ട് അവനെ പറഞ്ഞ് കളിയാക്കി. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഓർഡർ ചെയ്ത ചിക്കൻ സ്റ്റെക്ക്, ഫ്രൈഡ് കലമാരി, പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടവിഭവങ്ങൾ ഓർഡർ ചെയ്തു. റിയ ഫോണെടുത്ത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈറ്റ് മ്യൂസിക് പ്ലേ ചെയ്തു. മൃദുവായ പാട്ട് ആ കടലിൻ്റെ താളത്തിൽ ചേർന്ന് പോകുന്നു. അതേസമയം റോഡിൻ്റെ മറുവശത്ത് ഒരു ബ്ലാക്ക് താർ പാർക്ക് ചെയ്തു. രുദ്ര കാറിൽ നിന്നും ഇറങ്ങി പതിയെ ചുറ്റും നോക്കി. പിന്നെ കടലിലേക്ക് നോക്കി. കടൽക്കാറ്റേറ്റ് അവൻ്റെ ഷർട്ടിൻ്റെ മുകൾ ഭാഗം അഴിഞ്ഞ് പറക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഒരു കടയുടെ ഉള്ളിലേക്ക് പോയി. മുഴുവനും ഓപ്പണായി ഇരിക്കുന്നത് കൊണ്ട് മഞ്ഞ വെളിച്ചത്തിൽ ഇരിക്കുന്ന അവളെ അവൻ കണ്ടു. ചന്ദ്രയും റോഡിൻ്റെ മറുവശത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരെ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ടു. അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ആരും കാണാതെ ഉണ്ടായിരുന്നു. അവൾ ചിരിച്ചു. അവളുടെ കണ്ണുകൾ അല്പം തിളങ്ങി. രുദ്രന്റെ ഉള്ളിൽ എന്തോ സ്പർശിച്ചു പോയി. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു. രുദ്ര, അവിടെയാണോ അവർ? മുകുന്ദ് ചോദിച്ചു. അതെ, രുദ്ര പതിയെ പറഞ്ഞു. പോകാം. അവരും അകത്തേക്ക് കയറി. സൂര്യ അവരെ കണ്ടു. അവൾ അല്പം അമ്പരന്ന് പറഞ്ഞു. രുദ്ര സാർ, നിങ്ങളിവിടെ? അതെന്താ, ഞങ്ങൾക്കിവിടെ വരാൻ പാടില്ലേ? രുദ്ര ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെയല്ല സാർ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം, സൂര്യ പറഞ്ഞു. രുദ്ര ചന്ദ്രയെ നോക്കി. അവളുടെ കണ്ണുകൾ രുദ്രന്റെ കണ്ണുകളെ തേടിയെത്തി. ഒരു നിമിഷം അവരിൽ വാക്കുകൾ ഇല്ലായിരുന്നു, കണ്ണുകളുടെ മൗനം മാത്രം. അവിടെ ഇരുന്ന ശിവയും സൂര്യയും തമ്മിൽ പരസ്പരം നേരെ നോക്കി. സൂര്യയുടെ കണ്ണുകളിൽ മൃദുവായൊരു തെളിച്ചം, അതിനേക്കാൾ ഇരട്ടി തെളിച്ചമുണ്ടായിരുന്നു ശിവയുടെ കണ്ണുകളിൽ. ഞങ്ങളുടെ കൂടെ കൂടുന്നോ സർ? വിനയ് ചോദിച്ചു. 3-4 ടേബിളുകൾ കൂട്ടിയിട്ട് നീളം ടേബിൾ ആക്കിയത് കൊണ്ട് തന്നെ അവിടെ അവർക്കും കൂടി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ശിവയാണ് ചോദിച്ചത്. ഇല്ല സർ, ഞങ്ങൾ വന്നതേയുള്ളൂ. ഓർഡർ ചെയ്ത ഭക്ഷണം മുന്നിൽ വന്നതേയുള്ളൂ. നിങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, വിജയ് പറഞ്ഞു. എന്നാ പിന്നെ ഇവിടെ ഇരിക്കാം, മുകുന്ദ് പറഞ്ഞു. മൃദുവായ ഒരു സംഗീതം മുഴങ്ങുന്നു. ദ നൈറ്റ് ഈസ് യങ് ആൻഡ് ദ സീ ഈസ് വിസ്പറിംഗ്. റിയയുടെ ചിരിയിലും സാൻവിയുടെ തമാശകളിലും സമയമൊന്നും പോകുന്നത് അവർ അറിയുന്നുണ്ടായിരുന്നില്ല. അവരുടെ രാത്രി നീങ്ങിക്കൊണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ചന്ദ്രയും രുദ്രും
ഒരുമിച്ച് ടേബിളിന് പുറത്തേക്ക് ഇറങ്ങി. കടൽക്കാറ്റിൻ്റെ മൗനം നിറച്ച ആ തീരത്ത് ഇരുവരും നടന്നു. നീ പറഞ്ഞത് ശരിയായിരുന്നു. വാമിക ഹെൽത്ത് കെയറിൻ്റെ പിന്നിൽ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ട്, രുദ്ര ചന്ദ്രയോട് പറഞ്ഞു. അതെ, അവൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ തുടക്കം നമ്മൾ കരുതുന്നതിലേറെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തോന്നുന്നു. രുദ്ര അവളെ നോക്കി. അവളൊന്നും മിണ്ടിയില്ല. കടലിൻ്റെ ശബ്ദം മാത്രം. നിനക്ക് ഭയം തോന്നുന്നുണ്ടോ? രുദ്ര ചോദിച്ചു. തോന്നുന്നുണ്ട്, അവൾ പറഞ്ഞു. പക്ഷേ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവൾ പറഞ്ഞത് കേട്ടതും അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വെളിച്ചം അവരുടെ മുഖത്ത് വീണു. രണ്ടുപേരും നടക്കുമ്പോൾ കൈകൾ തമ്മിൽ പരസ്പരം അറിയാതെ മുട്ടിയിരുമി. അതറിഞ്ഞതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി. ആ കണ്ണുകളിൽ പരസ്പരമുള്ള വാഗ്ദാനമായിരുന്നു. രുദ്രം ചന്ദ്രയും തമ്മിൽ. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഈ സ്റ്റോറി കൺഫ്യൂഷൻ ആകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഞാനതിൽ മാറ്റങ്ങൾ വരുത്താം. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനതിൽ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.